ഏതൊരു നന്മയും നാം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടവും തൃപ്തിയുമാണ്. ഹറാമുകൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ അല്ലാഹു തആല വെറുക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചും അവൻ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മെ അറിയിക്കുന്നുണ്ട്. മുസ്നദ് അഹ്മദിലെ 8334 ഹദീസിൽ നമുക്ക് കാണാം, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കരിഅ ലക്കും സലാസ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ വെറുക്കുന്നു. വറദിയ ലക്കും സലാസ, 3 കാര്യങ്ങൾ അവൻ നിങ്ങളിൽ നിന്ന് തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. റദിയ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് തൃപ്തിപ്പെടുന്ന 1-ാമത്തെ കാര്യം, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വഅൻ തഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, 2-ാമത്തേത് നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക. 3 വഅൻ തൻസഹൂ ലിഉലാത്തിൽ അംർ, നിങ്ങളുടെ ഭരണാധികാരികളോട് കൈകാര്യകർത്താക്കളോട് നിങ്ങൾ നസീഹത്തോടുകൂടി വർത്തിക്കുകയും ചെയ്യുക. 1 അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ, അവരിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കൽ. 2 അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിക്കുക. 3 ഭരണാധികാരികളെ കൈകാര്യകർത്താക്കളെ അവരുമായി ബന്ധപ്പെട്ട് ഗുണകാംക്ഷയുള്ളവരായി നമ്മൾ തീരുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വകരിഹ ലക്കും, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് വെറുക്കുന്നു. ഖീല വഖാൽ, കേട്ടതും മറ്റുള്ളവർ പറഞ്ഞതും പറഞ്ഞു നടക്കുക എന്നുള്ളത്. വഇളാഅത്തുൽ മാൽ, സമ്പത്ത് ദൂർത്തടിക്കുക എന്നുള്ളത്. വകസറത്തുസ് സുആൽ, അമിതമായ അനാവശ്യമായ ചോദ്യങ്ങൾ. അതായത് കേട്ടതും മറ്റുള്ളവർ പറഞ്ഞതും പ്രചരിപ്പിക്കുകയും അത് പറഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ 1. അതുപോലെ തന്നെ സമ്പത്ത് ദൂർത്തടിക്കുക എന്നതാണ് 2-ാമത്തേത്. 3 അമിതമായ ചോദ്യങ്ങൾ. ഇതൊക്കെ അള്ളാഹുവിന് വെറുപ്പാകുന്നു എന്നതാണ്. ഇതിൻ്റെ വിശദീകരണമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകൾ നമ്മൾ പരതി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം, അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ അല്ലാഹു തആല പറയുന്നത്
നിങ്ങൾ അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമസ്കരിക്കുന്നവർ, നോമ്പനുഷ്ഠിക്കുന്നവർ, ഹജ്ജ് കർമ്മം ചെയ്യുന്നവർ. ഇവരൊക്കെ ഈ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ ശേഷമോ അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുന്നു. അള്ളാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പുരയാക്കി തന്നവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്കുള്ള വെള്ളം ഇറക്കിയവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ മുഖേന നിങ്ങൾക്കുള്ള ഉപജീവനം ഉൽപ്പാദിപ്പിച്ചവനാണവൻ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കരുത്, സമന്മാരെ നിശ്ചയിക്കരുത്. സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്താണ്. 21-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. 22-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കരുത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ഇലാഹുകളെയും കൈയൊഴിയുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന ഏറ്റവും വലിയ കലിമത്തു തൗഹീദിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. ഓരോ നബിമാരും കടന്നു വന്ന് സമൂഹത്തിനോട് പറഞ്ഞത് ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുമില്ല. നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ശുഐബ് അലൈഹിസ്സലാം തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 59, 65, 73, 85 ആയത്തുകളിൽ കാണാൻ കഴിയും. ഇതേ കാര്യം തന്നെ സൂറത്ത് ഹൂദിന്റെ 50, 61, 84 ആയത്തുകളിൽ കാണാൻ കഴിയും. ഇതേ കാര്യം തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ 23, 32 ആയത്തുകളിൽ കാണാൻ കഴിയും. അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവെ ആരാധിക്കുന്നതിൻ്റെ കൂടെ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നത്. അത്തരം ആളുകളെ അള്ളാഹു തൃപ്തിപ്പെടുന്നു. ശിർക്ക് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ശിർക്ക് ചെയ്യുന്നവരെ അള്ളാഹുവിന് ഉറപ്പാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് വസിയത്ത് നൽകി. അദ്ദേഹം പറയുന്നു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് നൽകി, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ കുത്തിഅത ഔ ഹുരിക്ത, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നിന്നെ കഷ്ണങ്ങളായി ഛേദിച്ചാലും നിന്നെ ചുട്ടുകരിച്ചാലും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വലാ തത്റുക് സ്വലാത മക്തൂബതൻ മുതഅമ്മിദ, നീ ഒരിക്കലും മനഃപൂർവ്വം നിർബന്ധമായ നമസ്കാരം ഉപേക്ഷിക്കരുത്. ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ, ആരെങ്കിലും നിർബന്ധമായ നമസ്കാരം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ്. വലാ തശ്റബിൽ ഖംർ, നീ മദ്യപിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, തീർച്ചയായും അത് എല്ലാ രൂപത്തിലുമുള്ള അധർമ്മങ്ങളുടെയും താക്കോലാകുന്നു. ഇബ്നു മാജയിലെ 4034 ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. 4034 ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. 2, വഅൻ തഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ
ഖുർആനും സുന്നത്തുമാകുന്ന കയറിനെ മുറുകെ പിടിക്കുക. കൃത്യമായി നമ്മെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന ആ പ്രമാണത്തെ നെഞ്ചേറ്റുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല പറയുന്നു, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അൻസാരികൾ മുമ്പ് അവർ ജാഹിലിയത്തിന്റെ കട്ടപിടിച്ച കാലഘട്ടങ്ങളിൽ അവർ ഏറ്റവും വലിയ വിദ്വേഷത്തിലും പകയിലുമായിരുന്നു. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മുമ്പ് ശത്രുക്കളായിരുന്നു. അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെ, താങ്കൾ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും ചെലവഴിച്ചാലും അവർക്കിടയിലെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല. മറിച്ച് അല്ലാഹുവാണ് അവർക്കിടയിൽ ഐക്യമുണ്ടാക്കിയത്. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുക്കളായ നിങ്ങളെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്ത നിങ്ങളെ ഏകോദര സഹോദരന്മാരാക്കി അല്ലാഹു തആല മാറ്റി. വകുൻതും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നിങ്ങൾ നരകക്കുണ്ടിലായിരുന്നു, അതിൽ നിന്ന് അല്ലാഹു തആല ഫഅൻഖദകും മിൻഹാ, അവൻ നിങ്ങളെ രക്ഷിച്ചില്ലേ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, അപ്രകാരം അല്ലാഹു തആല അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു, നിങ്ങൾ സന്മാർഗം സ്വീകരിക്കുന്നതിനു വേണ്ടി. സൂറത്ത് ആല ഇംറാന്റെ 103-ാമത്തെ ആയത്താണ്. അപ്പോൾ ഐക്യത്തോടുകൂടി നിൽക്കുക, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘത്തിന്റെ കൂടെയാവുക. വയ്യാക്കും വൽ ഫുർഖ, ഒറ്റപ്പെടുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്, തീർച്ചയായും ശൈത്താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ കൂടെയായിരിക്കും. വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, അവൻ രണ്ടാളുകളിൽ നിന്ന് അകന്നു പോകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൽതസിം ജമാഅ, അവൻ സംഘത്തെ മുറുകെ പിടിക്കട്ടെ എന്നാണ്. സുനൻ തിർമിദിയിലെ 2165-ാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. 2, അള്ളാഹുവിൻ്റെ പാശം നമ്മൾ മുറുകെ പിടിക്കുക. 3, വഅൻ തൻസഹു ലിവുലാത്തിൽ അംർ, നമ്മുടെ കൈകാര്യകർത്താക്കളോട് നമുക്ക് ഗുണകാംക്ഷയുണ്ടാവണം. ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഖലീഫമാർ, അവരെ നമ്മൾ അനുസരിക്കുവാനും അവരോട് ഗുണകാംക്ഷയുള്ളവരായി തീരാനും നമുക്ക് കഴിയണം. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിങ്കലേക്കും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈറുൻ വ അഹ്സനു തഅവീല, അതാണ് ഉത്തമവും ഏറ്റവും നല്ല പര്യവസാനവും. സൂറത്തു നിസായിൽ 59-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങളോട് ഞാൻ വസിയത്ത് നൽകുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വസ്സംഇ വത്ത്വാഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് നൽകുന്നു. വഇൻ അബ്ദൻ ഹബ്ശിയൻ, നിങ്ങളുടെ ഖലീഫയായി, നിങ്ങളുടെ ഭരണാധികാരിയായി ഒരു എത്യോപ്യൻ അടിമയാണ് നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ പോലും അയാളെ നിങ്ങൾ അനുസരിക്കണം. فإنه من يعش منكم بعدي فسيرى اختلافا كثيرا,
നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിന്മേലാവുക, നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമായ എൻ്റെ സ്വഹാബത്തിൻ്റെ വഴി നിങ്ങൾ സ്വീകരിക്കുക. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കുക. വഇയ്യാകും വമഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങൾ പുതുതായി ഉണ്ടായത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ രൂപത്തിലുള്ള പുത്തൻ നിർമ്മിതികളും അത് ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴിപിയവുമാകുന്നു. അബൂദാവൂദിലെ 4607 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. ഖുൽന, സ്വഹാബിമാര് പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോട്? ഖാല ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമതിഹിം, അല്ലാഹുവിനോട്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിനോട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുസ്ലിം നേതാക്കളോട്, അവരിലെ പൊതുജനങ്ങളോട്, ഇവരോടൊക്കെ നമുക്ക് ഗുണകാംക്ഷയുണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 55 ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന 3 ഗുണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനി അള്ളാഹു വെറുക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുഈറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. ആ കത്തിൽ ഇപ്രകാരമാണുള്ളത്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു കാര്യം നിങ്ങൾ എനിക്ക് അയച്ചു തരണം, അറിയിക്കണം. അപ്പോൾ എഴുതി, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ വെറുക്കുന്നു. ഖീല വഖാൽ വഇദാഅത്തുൽ മാൽ വകസറത്തുസ് സുആൽ, കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ പറയൽ, അതാണ് ഒന്നാമത്തേത്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ 1477 ഹദീസാണ്. ഖീല വഖാൽ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഐ നഖലൽ കലാമുല്ലദീ ലാ തുഅറഫു സിഹതഹു വസിദ്ഖഹു, ഒരു വാക്കുദ്ധരിക്കുക, ഒരാൾ പറഞ്ഞതും പറയുക, ആ പറഞ്ഞത് സത്യമാണോ ശരിയാണോ എന്നൊന്നും ഉറപ്പില്ലാതെ പറയുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ വളരെ ഗൗരവമായി പറഞ്ഞ കാര്യമാണ് ഖീല വഖാൽ. ഇപ്പം ദീനിൻ്റെ വിഷയത്തിൽ ആയത്ത് കണ്ടിട്ടില്ല, ഹദീസ് കേട്ടിട്ടില്ല, പിന്നെ ഏതോ ഒരാളുടെ പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും ഒക്കെ എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നു. ഉറപ്പില്ലാതെ തെളിവില്ലാതെ ദീനിൻ്റെ പേരിൽ ഉദ്ധരിക്കൽ, അത് ഈ ഒരു ഇനത്തിൽ വിടും. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ, ദീനിൻ്റെ പേരിൽ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തിന്മയായിട്ട് മാറും. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, പറയുക, എൻ്റെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് നീചവൃത്തികളാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, വ്യഭിചാരം പോലെയുള്ള അശ്ലീലമായ അത്തരത്തിലുള്ള ഏത് ആഭാസങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും. വൽ ഇസ്മ വൽ ബഗി, പാപം ചെയ്യലും, അതുപോലെ വൽ ബഗിയ ബിഗൈരിൽ ഹഖ്, അന്യായമായ രൂപത്തിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കലും തെമ്മാടിത്തരങ്ങളും ഒക്കെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സൽ ബിഹി സുൽത്താന, അല്ലാഹു തആല യാതൊരു പ്രമാണവും അവതരിപ്പിക്കാത്ത വിഷയമായ അല്ലാഹുവിൽ പങ്കു ചേർക്കലും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു.
വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിവില്ലാത്തത് പറയലും അള്ളാഹ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. സൂറത്തുൽ അറാഫിലെ 33-ാമത്തെ ആയത്ത്. ഇപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന ആളുകൾ ഉറപ്പുണ്ടോ? ഹദീസ് കണ്ടതാണോ? ഒന്നും നോക്കുന്നില്ല, അങ്ങനെ ഷെയർ ആയി അയച്ചു കൊടുക്കുക. അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും. ഖീല വഖാലയുടെ പേരിൽ പരിധിയിൽ വരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുന്ന കളവ്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 107-ാമത്തെ ഹദീസ്. അപ്പോൾ നബി പറഞ്ഞു എന്നൊരാൾ പറഞ്ഞുകൊണ്ട് നബി പറഞ്ഞാണെന്നില്ല. ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞൊരാൾ പ്രസംഗിച്ചത് കൊണ്ട് അത് നബി പറഞ്ഞതാവണമെന്നില്ല. കൃത്യമായ സനദ് പ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഖീല വഖാൽ എന്നതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ കേട്ടതൊക്കെ പറഞ്ഞാൽ അതൊരു പാപമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുക തന്നെ മതി ഒരാൾക്ക് കുറ്റകരമായി തീരാൻ. സ്വഹീഹ് മുസ്ലിമിലെ 5-ാമത്തെ ഹദീസാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം പ്രസംഗത്തിലോ മറ്റോ കേട്ട് അത് നമ്മൾ ഉദ്ധരിച്ചു, തെളിവ് ഉറപ്പുവരുത്താതെ നമ്മൾ ഉദ്ധരിച്ചതിന് ശേഷം പോയി നമ്മൾ തെളിവുകൾ അന്വേഷിച്ചപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞതും പ്രമാണത്തിലുള്ളത് ഒരേ കാര്യം തന്നെയാണ്, എങ്കിൽ പോലും നമ്മൾ കുറ്റക്കാരാണ് എന്നാണ്. കാരണം ഉറപ്പില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞു. അതുപോലെ തന്നെ വാർത്തകൾ കേൾക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ വിശ്വാസികളെ നിങ്ങളത് വ്യക്തമായി അന്വേഷിച്ചറിയണം. കാരണം അറിവില്ലാതെ ഒരു സമൂഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നടപടി സ്വീകരിക്കാൻ അത് കാരണമായേക്കാം. പിന്നീട് നിങ്ങൾ ആ വിഷയത്തിൽ ഖേദിക്കുന്നവരുമായേക്കാം. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 6-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് കേട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്നിട്ട് പറയേണ്ടതാണെങ്കിൽ മാത്രം പറയേണ്ട ഇടങ്ങളിൽ പറയുക. അതാണ് ഒരു വിശ്വാസിയുടെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വെറുക്കുന്ന 2-ാമത്തെ കാര്യമാണ് ഇദാഅത്തുൽ മാൽ, സമ്പത്ത് ദൂർത്തടിക്കുക എന്നുള്ളത്. സമ്പത്ത് ദൂർത്തടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെലവഴിക്കുന്ന പണത്തിൻ്റെ കണക്ക് നോക്കിയല്ല ദൂർത്താണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരാൾ കുറേ സമ്പത്ത് ചെലവഴിച്ചു, അയാൾ ദൂർത്തടിക്കുന്ന ആൾ. ഒരാൾ കുറച്ച് സമ്പത്ത് മാത്രം ചെലവഴിക്കുന്നു, അയാൾ പിശുക്കൻ. അങ്ങനെയല്ല. ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര കുറച്ച് ചെലവഴിച്ചാലും അത് ദൂർത്താണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു മാർഗത്തിൽ പിരിവിന് വേണ്ടി ഒരാൾ വന്നു, ഒരു 10 രൂപ നമ്മൾ കൊടുത്താലും അത് ദൂർത്താണ്. 1 രൂപ കൊടുത്താലും അത് ദൂർത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളക്കണക്കിന് ഒരാൾ ചെലവഴിക്കുന്നു, അത് ദൂർത്താവുകയില്ല. അപ്പം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. വിശ്വസിച്ച് അള്ളാഹു തആല പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. വിശ്വാസികൾ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തടിക്കുകയോ പിശിക്കുകയോ ഇല്ല, അതിനിടയിലുള്ള മിതമായൊരു രീതിയായിരിക്കും അവർ സ്വീകരിക്കുക. സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്താണ്. വലാ തുബദ്ദിർ തബ്ദീറ, നീ അമിതവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടുകാരാകുന്നു. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, ശൈത്താൻ തൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാകുന്നു. സൂറത്തുൽ ഇസ്രായിലെ 26-27 ആയത്തുകളാണ്. പരലോകത്ത് നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ചോദിക്കും, അഥവാ നമ്മുടെ ആയുസ്, യൗവനം ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ പറ്റിയും ചോദിക്കും. സമ്പത്തിനെ പറ്റി 2 ചോദ്യമുള്ളത്. എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു? മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, നീ എവിടെ നിന്നാണ് ഈ പൈസ ഉണ്ടാക്കിയത്? ഹറാമ് ചെയ്തിട്ടാണോ
പ്രിയമുള്ളവരെ, ഗൗരവമാണ്. അതുമാത്രമല്ല, എങ്ങോട്ട് ചെലവഴിച്ചു എന്നും ചോദിക്കും. ചില ആൾക്കാർ നല്ല നിലയ്ക്ക് സമ്പാദിക്കും, ചോര നീരാക്കി അധ്വാനിക്കും, പക്ഷെ ചെലവഴിക്കുന്നതൊക്കെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില ആളുകൾ പലിശക്ക് കൊടുത്തിട്ടും കൈക്കൂലി വാങ്ങിയിട്ടും അങ്ങനെ സമ്പത്ത് മോശമായ രൂപത്തിൽ ചെലവഴിക്കും. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിരിക്കും, കുടുംബത്തെ പോറ്റുന്നു, പള്ളിക്ക് പിരിവെടുക്കുന്നു, നല്ല നല്ല കാര്യങ്ങളായിരിക്കും. നമ്മുടെ സമ്പത്ത് അത് വരുന്ന സ്രോതസ്സുകളും ശരിയാവണം, അത് പോകുന്ന ഇടങ്ങളും നല്ല രൂപത്തിലായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൂർത്തടിക്കാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കസറത്തു സുആൽ, അമിതമായ ചോദ്യം. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങ് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ബനൂ ഇസ്രായേലുകാരെ പോലെ നമ്മൾ ആവരുത്. പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ കളിയാക്കി മൂസാ നബി അലൈഹി സ്വലാമിനെ. മൂസാ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണെന്ന് പറഞ്ഞ് നബിയെ പരിഹസിച്ചു അവർ. പിന്നീട് അവരിങ്ങനെ ചോദിക്കുക, അതിൻ്റെ നിറം എന്തായിരിക്കണം, അതിൻ്റെ പ്രായം എങ്ങനെ ആയിരിക്കണം, ആ രൂപത്തിൽ പല പല ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിച്ച് അവസാനം ആ ചോദ്യങ്ങൾക്കൊക്കെ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ വഹി പ്രകാരം മറുപടി കൊടുത്ത് അവസാനം അവർ അറക്കാൻ അവർക്ക് പ്രയാസകരമായി തീർന്നു എന്നാണ്. പശുവിനെ അറക്കാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പശുവിനെ അറത്താൽ മതിയായിരുന്നു. പക്ഷെ അവരോരോ ചോദ്യം ചോദിച്ചപ്പോൾ ഓരോ നിബന്ധനകൾ വന്നു. അതിൻ്റെ പ്രായം എന്നതായിരിക്കണം, മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം, മറ്റേത് ഏത് കളറും അവർക്ക് അറക്കായിരുന്നു. അപ്പം അമിതമായ ചോദ്യം നമുക്ക് പ്രയാസകരമാണ്. അത് നമ്മൾ കുഫറിലേക്ക് തന്നെ പോവാൻ കാരണമായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാ, വിശ്വാസികളെ, നിങ്ങൾ പല പല കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസൂഉക്കും, നിങ്ങൾ ചോദിച്ച് ആ കാര്യങ്ങൾക്ക് മറുപടി നൽകപ്പെട്ടാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രയാസകരമായിരിക്കും. വ ഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദലക്കും, ഖുർആൻ ഇറങ്ങുന്ന സമയത്താണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുകയും ആ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ നിങ്ങൾക്ക് നിർബന്ധമാവുമൊക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച അള്ളാഹു താല നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും വിവേകമതിയുമൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഖദ് സഅലഹാ ഖൗമും മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പൊരു ടീം ഇതുപോലെ ചോദിച്ചിരുന്നു. സുമ്മ അസ്ബഹു ബിഹാ കാഫിരീൻ, പിന്നീട് അവർ അതിൻ്റെ പേരിൽ നിഷേധികളായിട്ട് മാറി. ഇമാം മാലിക് റഹിമഹുല്ലയുടെ സദസ്സിൽ ഒരാൾ ചോദിച്ചു, അല്ലാഹു തആല അർശിൽ ആരോഹിതനാണെന്ന് പറയുമ്പോൾ കൈഫൽ ഇസ്തിവാ, എങ്ങനെയാണത്? ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അല്ലാഹു തആല അർശിൽ ആരോഹിതനാണ് എന്നുള്ളത് ആ ഭാഷാ പ്രയോഗം കൊണ്ട് തന്നെ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫ് മജ്ഹൂലുൻ, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അജ്ഞമായ കാര്യമാണ്, അജ്ഞാതമാണത്. വസുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കൽ ബിദ്അത്താണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നീട് ഇമാം മാലിക് പറഞ്ഞത് ആ ചോദിച്ച ആളെ സദസ്സിന് പുറത്താക്കുക എന്നാണ്. ദീനിനെതിരെ ചോദിക്കാൻ പാടില്ല, ഇസ്ലാമിലെ പ്രമാണത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അകുല്ല ആമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ? ഫസകത ഹത്താ ഖാലഹാ സലാസ, അയാൾ 3 പ്രാവശ്യം ആവർത്തിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാനെങ്ങാനും അതെ എന്ന് പറയുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമാകുമായിരുന്നു. വലം മസ്തതഅതും, എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയുമില്ല. സുമ്മ ഖാല, പിന്നീട് എവിടുന്ന് പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് എന്താണോ ഉപേക്ഷിച്ചത് അതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക. ഫഇന്നമാ ഹലക മൻ കാന ഖബലക്കും, തീർച്ചയായും നിങ്ങളുടെ മുൻപുള്ള ആളുകളെ നശിപ്പിച്ചത് ബികസ്റതി സുആലിഹിം, അവരുടെ അമിതമായ ചോദ്യവും വഖ്തിലാഫിഹിം അല അംബിയാഹിം, അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിലെ ഭിന്നതയുമാകുന്നു. ഫൈദാ അമർത്തുക്കും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളോട് ഞാനൊരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങളത് ചെയ്യുകയും വൈദാ നഹൈതുക്കും അൻ ശൈഇൻ ഫദഊഹു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം വിലക്കിയാൽ നിങ്ങളത് ഉപേക്ഷിക്കുകയുമാണ് ചെയ്യേണ്ടത്.
സ്വഹീഹ് മുസ്ലിമിലെ 1337 ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിലെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവൻ വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളിലെ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ.